Hi everyone, welcome to Neo Home Tuitions. So I hope you all are fine, and in the last class we were discussing some MCQ questions, and we will just continue with those MCQ questions. Okay. So before that I wish to just ask a general knowledge question to improve your GK skill. So the question is, in which country will the next AA summit be held? I repeat the question, in which country will the next AA summit be held? So I am just giving you a hint, that is UK, UAE, USA and India. So you just try to find the answer before the end of the class, okay? And then we can move on to the problem. So the question is, limit x tends to infinity 1 plus 5 by x the whole raised to x. Okay. സോ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് MCQ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 0, 1, e⁵ ആൻഡ് e⁵1/5. ഇവിടെ നമുക്ക് ഏത് ലോ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 19 to 20 പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട് ഒരു ഫോർമുലാസ് ആയിട്ട്. സോ അതിൽ ഏതൊരു ഫോർമുലയാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, സോ വിച്ച് ഈസ് ദ ഫോർമുല യു ഹാവ് ടു അപ്ലൈ ഹിയർ? ലിമിറ്റ് x tends to infinity. We are having a formula, limit x tends to infinity 1 plus 1 by x the whole raised to x എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. We are having a formula like this, and the answer is equal to e, that is exponential. Okay, so we have to use this formula here for this question. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് 1 plus 1 by x the whole raised to x ആയതുകൊണ്ടാണ് e എന്ന് പറഞ്ഞിട്ട് ആൻസർ വന്നത്. അതായത് ഈ ന്യൂമറേറ്റർ പാർട്ടിൽ ഇവിടെ 1 ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ e⁵1 which is equal to e എന്ന് പറഞ്ഞിട്ട് വന്നത്. But here in this question we are having the number 5. So what will be the answer? It will be e⁵5. So e⁵5 ആണ് നമ്മുടെ correct answer. Okay. So ഇവിടെ ന്യൂമറേറ്റർ പാർട്ടിൽ ഏതാണോ നമ്പർ അതായിരിക്കും ഇയുടെ പവറിൽ വരുന്നുണ്ടാവുക. Okay, in this formula. So ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലിമിറ്റ്സ് ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ഫോർമുല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഈ ലിമിറ്റ്സിന്റെ ചാപ്റ്റർ തുടങ്ങി തന്നെ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സോൾവിങ് ദ ലിമിറ്റ്സ്. സോ അതിൽ 4 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ, ആൻഡ് തേർഡ് മെത്തേഡ് വാസ് റാഷണലൈസേഷൻ, ആൻഡ് ദ ഫോർത്ത് മെത്തേഡ് വാസ് standard formula, using standard formula. അപ്പോൾ the first 3 methods we had already discussed in these classes. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ഈ 3 മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദ ഫോർത്ത് മെത്തേഡ് ആയിട്ടുള്ള യൂസിങ് സ്റ്റാൻഡേർഡ് ഫോർമുല അല്ലെങ്കിൽ യൂസിങ് ഫോർമുലാസ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഫോർമുലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു 20 to 21 പോയിന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിമിറ്റ്സിന്റെ ജനറൽ പോയിന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ ഫോർമുലാസ് നമ്മൾ ഓൾമോസ്റ്റ് 10 ഫോർമുലാസ് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. സോ ആ ഫോർമുലാസ് നമ്മളോട് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ലിമിറ്റ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, so limit by using standard formula, and the first question is that show that limit x tends to infinity e⁻x² is equal to 0 എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് ഈ LHS പാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതെന്ന് പറയുന്നത് സോൾവ് ചെയ്യുന്ന സമയത്ത് 0 ആണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് ഇവിടെ ഷോ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ LHS പാർട്ട് എടുക്കുകയാണ്. സോ വി ആർ ടേക്കിംഗ് ലിമിറ്റ് x tends to infinity e⁻x² എന്ന പാർട്ടാണ് എടുക്കുന്നത്. സോ ടു റിമൂവ് ദ നെഗറ്റീവ് സൈൻ നമ്മൾ e⁻x² 1 by e⁻x² എന്ന് പറഞ്ഞിട്ട് എഴുതി. പക്ഷെ ഈ ടേമായിട്ട് കണക്ട് ചെയ്യുന്ന ഫോർമുലാസും നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് ഫർദർ ആയിട്ട് സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചെയ്യാനില്ല. സോ വി ആർ ഗോയിങ് ടു ഡയറക്ട്ലി അപ്ലൈ ദ ലിമിറ്റ് പോയിന്റ് ഗിവൺ, ദാറ്റ് ഇസ് ഇൻഫിനിറ്റി. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 1 by e⁻∞, ആൻഡ് ദ വാല്യൂ ഓഫ് e⁻∞ is e⁻∞. And what is 1 by infinity? Any number by infinity is 0. So the final answer is 0, which is equal to the RHS part. Okay, is this clear for you now? Now we are moving on to the next question. Show that limit x tends to 0 e⁻7x - 1 whole divided by x equal to 7.
So here also we have to begin from the LHS part and you have to prove that it is equal to the RHS, that is 7. So നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം limit x tends to 0 e raised to 7x minus 1 whole divided by 7x into 7. അപ്പോൾ നിങ്ങൾ think ചെയ്യുന്നുണ്ടാവും ഈ 7 ഉം ഈ ഡിനോമിനേറ്ററിലുള്ള ഈ 7 ഉം ഈ 7 ഉം എങ്ങനെ വന്നതെന്ന്. So we are having a formula limit x tends to 0 e raised to x minus 1 whole divided by x equal to 1 എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. സോ പക്ഷെ ഇവിടെ ന്യൂമറേറ്ററിൽ ഇന്റെ പവർ എന്താണോ അത് തന്നെ ഡിനോമിനേറ്ററിൽ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. 1 ആണെന്ന് പറഞ്ഞിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ ന്യൂമറേറ്ററിൽ ഇയുടെ പവർ വന്നിരിക്കുന്നത് 7x ആണ്, പക്ഷെ നമുക്ക് ഡിനോമിനേറ്ററിൽ 7ന്റെ ഒരു കുറവുണ്ട് അല്ലേ. സോ ഇഫ് യു ആർ ബ്രിങ്ങിങ് എനി ചേഞ്ച് ഇൻ ദ denominator part, you have to bring the same change in the numerator, because in case of fractions, if you have to bring any changes in a fraction, you have to bring that particular change in both the numerator as well as in denominator. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം, കാരണം ഒരു 7 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡിനോമിനേറ്ററിൽ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ ഈ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇനി നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 7x minus 1 by 7x. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് 7x ആണെന്ന് മാത്രം. സോ ദിസ് പാർട്ട്, അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 7x minus 1 by 7x നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. ആൻഡ് into 7, so 1 into 7 it is equal to 7. So we got the RHS part. Now if you are moving on to the next question, show that limit x tends to 0 e raised to 3 plus x minus e raised to 3 whole divided by x equal to e raised to 3. So നമ്മൾ ഇവിടെ ഈ ഫോർമുലാസ്, അതായത് ഈ മെത്തേഡ് ബൈ യൂസിങ് ഫോർമുലാസ്, സ്റ്റാൻഡേർഡ് ഫോർമുല മെത്തേഡ് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യും. കാരണം ഓരോ പ്രോബ്ലംസിനും ഓരോ രീതിയിലുള്ള ഫോർമുലാസ് നമ്മൾ ഡിഫറെന്റ് വേസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ കുറിച്ച് നമ്മൾ തറോ ആവുള്ളൂ. ഓക്കെ, so നമ്മൾ ഈ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനിലും, ഫോർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ വി ജസ്റ്റ് അപ്ലൈഡ് ദ ഡിഫറെന്റ് വേസ് അല്ലെ, ഫോർമുലസ് നമ്മൾ ഡിഫറെന്റ് വേസിലാണ് അപ്ലൈ ചെയ്തത്. അതുപോലെ ഇവിടെ ഈ തേർഡ് പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഫോർമുലാസിനെ നമ്മൾ സെയിം പ്രീവിയസ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഇവിടെ വരുത്താനുണ്ട്. ആ ഫോർമുലയായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഷോ ദാറ്റ് ലിമിറ്റ് x ടെൻസ് ടു 0 e raised to 3 plus x minus e raised to 3 whole divided by x. നമുക്ക് ഈ പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ e raised to 3 ആണെന്ന് കിട്ടണം. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ e raised to 3 plus x എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് e raised to 3 into e raised to x എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി മൈനസ് e raised to 3 whole divided by x. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ന്യൂമറേറ്റർ പാർട്ടിൽ നിന്ന് നമുക്ക് e raised to 3 എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് the remaining term will be e raised to x minus 1, that is limit x tends to 0 e raised to 3 into e raised to x minus 1 whole divided by x എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഫോർമുലനോട് ഈക്വൽ ആയില്ലേ നമുക്ക് ഇപ്പൊ കിട്ടിയ ടേം എന്ന് പറയുന്നത് ഇതില്. അപ്പോൾ ഈ ഒരു e raised to 3 എന്ന് പറയുന്ന ടേമിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട്, ഈ ഒരു e raised to 3 എന്ന് പറയുന്ന ടേമിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ടേമിന് ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? e raised to 3 എന്ന് പറയുന്ന ആ ഫോർമുലയിൽ ഇല്ലാത്തൊരു ടേം ആണ്. സോ അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ടേംസിലാണ് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി e raised to 3 into 1 which will be equal to e raised to 3. So we got the RHS part. Okay, and the next question is, show that limit x tends to 3 e raised to x minus e raised to 3 whole divided by x minus 3 equal to e raised to 3. ഇവിടെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ബട്ട് അവിടെ e raised to x plus 3 എന്ന് പറയുന്ന ഒരു ടേം ന്യൂമറേറ്ററിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ കോമൺ ആക്കി എടുത്തിട്ട് നമ്മുടെ ഫോർമുല ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് ഫോർമുല അപ്ലൈ ചെയ്തു. സോ ഇൻ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ, the questions will not be directly given in the form of the formula. We have to change it into according to the formula. പുതിയൊരു ടേംസ് ഒന്നും എനിക്ക്, അതായത് ഒരുപാട് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് വരുത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ്, അതായത് we can just bring a small changes in the given question to try to relate the given equation to the
ഫോർമുല, എന്നിട്ട് ആ ഫോർമുല യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചേഞ്ച് ആണ് വരുത്താൻ പറ്റുന്നത്? Here we can just take e raised to 3 as a common term from the numerator. പക്ഷേ ഈ ഫസ്റ്റ് ടേം e raised to x ൽ e raised to 3 എന്ന് പറയുന്ന ഒരു ടേം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ e raised ബട്ട് നമ്മൾ e raised to 3 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയും വേണം. സോ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇല്ലാത്തൊരു ടേം കോമൺ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് x minus 3 എന്ന് പറയുന്ന ഒരു ടേം വരാൻ കാരണം. So we have got now limit x tends to 3 e raised to 3 into e raised to x minus 3 minus 1 whole divided by x minus 3. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഇല്ലാത്തൊരു ടേം e raised to x ൽ e raised to 3 എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. e raised to x ന്റെ കൂടെ e raised to 3 എന്ന് പറയുന്ന ഒരു ടേം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബട്ട് നമ്മൾ e raised to 3 എന്ന് പറയുന്ന ടേം ഈ ഫുൾ ന്യൂമറേറ്റർ പാർട്ടിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടേം ആയിട്ടുള്ള e raised to x ൽ e raised to 3 ഇല്ലാത്തത് കൊണ്ട് കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് e raised to x minus 3 എന്നായിട്ട് മാറും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ബട്ട് ഇവിടെ x ന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്താണ്? x minus 3 ആണെന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ e raised to 3 എന്ന് പറയുന്ന ടേമിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? e raised to 3 into 1. So it will be equal to e raised to 3. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഫൈനൽ ആൻസറിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആൻസർ എന്താണ്, ആൻസർ തെറ്റോ ശരിയോ എന്ന് പറയുന്ന പേടി വേണ്ട. കാരണം ആൻസർ ഹിയർ ദ ആൻസർ ഈസ് ഗിവൺ. ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു പ്രൂവ് ദ LHS is equal to RHS. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് limit x tends to 0 e raised to sin x minus 1 whole divided by x equal to 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തി നമ്മുടെ ഫോർമുലാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ ഇവിടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഫോർമുലാസ് നമുക്ക് ഇവിടെ ഇപ്പോൾ e raised നമുക്ക് ഇത്ര നേരം അപ്ലൈ ചെയ്ത ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം ഇവിടെയും. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ ഇന്റെ പവർ ആയിട്ട് വന്നിട്ടുള്ള sin x ആണ്. പക്ഷെ ഇവിടെ ഡിനോമിനേറ്ററിൽ sin x ആണ് വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ വന്നിരിക്കുന്നത് എന്താണ്? x ആണ്. സോ നിങ്ങൾ sin x എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ അത് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു ബ്രിങ് ദ നെസസറി ചേഞ്ചസ്. അതിൻ്റെതായ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് formulas apply ചെയ്യണം. Okay, so you can just try this question for yourself since we had done that, since we had discussed almost 3 to 4 questions regarding the this method. So you can just try this question. We will be discussing this question in the next class. So you just try this question. So before winding up the class, I wish to reveal the answer of the GK question which I had asked at the beginning of the class. ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ ഞാൻ ഇപ്പോൾ പറയാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇൻ വിച്ച് കൺട്രി വിൽ ദ നെക്സ്റ്റ് AI summit be held? And the options were UK, UAE, USA and India. So the answer is India. So India will be the next country to summit the AI. Okay, that is the AI summit will be held. India is the next country where the AI summit will be held. Okay, and till the next class, bye, see you and thank you.